വൃത്തിയും ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു അടുക്കള നമ്മുടെയൊക്കെ ഒരു സ്വപ്നമാണ്. പക്ഷേ ആ ഒരു കാര്യത്തിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത്. നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്സ് ക്ലിയർ ആയാൽ തന്നെ നമ്മുടെ അടുക്കളയ്ക്ക് ഒരു പ്രത്യേക ഭംഗിയും വൃത്തിയും ഒക്കെ വരുന്നു. അപ്പോൾ കൗണ്ടർ ടോപ്സ് എങ്ങനെ എളുപ്പത്തിൽ ക്ലിയറായി നീറ്റാക്കി വെക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു മൈ ചാനൽ. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ടിപ്പ് നമ്പർ 1, ഡോണ്ട് സ്റ്റോർ അപ്ലയൻസസ് ഓൺ കൗണ്ടേഴ്സ്. വളരെ അത്യാവശ്യമുള്ള അപ്ലയൻസസ് ഒഴികെ ഒന്നും തന്നെ കൗണ്ടർ ടോപ്പിൽ ഉണ്ടാവാതെ ശ്രദ്ധിക്കുക. 1 അല്ലെങ്കിൽ 2, അതിൽ കൂടുതൽ വേണ്ട. ഈ അപ്ലയൻസസ് വയ്ക്കുമ്പോൾ കൗണ്ടർ ടോപ്സ് ക്ലട്ടേർഡ് ആയിരിക്കുന്നു. നമ്മൾ സാധനങ്ങൾ വയ്ക്കും തോറും കൗണ്ടർ ടോപ്പിൽ പിന്നെയും കൂടുതൽ സാധനങ്ങൾ വയ്ക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ മിനിമം ഐറ്റംസ് വയ്ക്കുക, ബാക്കിയുള്ളവ കബേർഡ്സിലോട്ട് മാറ്റി വയ്ക്കുക. ടിപ്പ് നമ്പർ 2, കീപ് ആബ്സല്യൂട്ട് നെസസറി ഐറ്റംസ് ഓൺ കൗണ്ടേഴ്സ്. നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള 1-2 ഐറ്റംസ് കൗണ്ടർ ടോപ്പിൽ വയ്ക്കുക. എപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്ന ഐറ്റംസ് ഇങ്ങനെ വയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ അത് മാക്സിമം കുറയ്ക്കാൻ ശ്രദ്ധിക്കുക. മാഗ്നറ്റിക് നൈഫ് ഹോൾഡേഴ്സ്, വാൾ ഹാങ്ങിങ് ആയിട്ടുള്ള ഓർഗനൈസേഴ്സ് തുടങ്ങിയവ ഉപയോഗിക്കുക. ലീവ് ഡേർട്ടി ഡിഷസ് ഇൻ സിങ്ക് ഇമ്മീഡിയറ്റ്ലി. ഉപയോഗിച്ച പാത്രങ്ങൾ എത്രയും പെട്ടെന്ന് സിങ്കിലേക്ക് മാറ്റുക. കിച്ചൺ മെസ്സി ലുക്ക് ഉണ്ടാവാനുള്ളൊരു പ്രധാന കാരണം ഉപയോഗിച്ച പാത്രങ്ങൾ കൗണ്ടേഴ്സിൽ ഇടുന്നതാണ്. അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ആ പാത്രത്തിൻ്റെ ഉപയോഗം കഴിഞ്ഞ് ഉടനെ തന്നെ പാത്രങ്ങൾ വേസ്റ്റ് കളഞ്ഞ് സിങ്കിലോട്ട് മാറ്റുക. നമ്മുടെ സിങ്കിലെ പാത്രങ്ങളും എത്രയും പെട്ടെന്ന് കഴുകി മാറ്റുക. വെജിറ്റബിൾസും ഫ്രൂട്ട്സും കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ തൊലി എത്രയും പെട്ടെന്ന് ഒരു പേപ്പറിലോട്ടോ കവറിലോട്ടോ മാറ്റി വേസ്റ്റ് ബിന്നിലോട്ട് മാറ്റാൻ ശ്രദ്ധിക്കുക. ഇത് കിച്ചൺ എപ്പോഴും വൃത്തിയായിരിക്കാനുള്ള ഒരു ബെസ്റ്റ് ടിപ്പാണ്. യൂസ് കിച്ചൺ ഡെക്കോർ മിനിമലി. കിച്ചൺ ഡെക്കറേഷൻസ് ആവശ്യത്തിന് മാത്രം വയ്ക്കുക. ഒരുപാട് ഐറ്റംസ് നമ്മൾ ഡെക്കറേഷന് വേണ്ടി ഉപയോഗിച്ചാൽ അത് നീറ്റാക്കി വയ്ക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. യൂസ് ഡെസിഗ്നേറ്റഡ് സ്പോട്ട് ഫോർ റെഗുലർലി യൂസ്ഡ് ഐറ്റംസ്. സ്ഥിരമായി ഐറ്റംസ് എടുത്ത് കൗണ്ടേഴ്സിൽ വയ്ക്കുന്നുണ്ടെങ്കിൽ ഒരു ട്രേയോ മറ്റോ ഉപയോഗിച്ച് അവ സ്ഥിരമായി ഒരു സ്ഥലത്ത് തന്നെ വയ്ക്കാൻ ശ്രദ്ധിക്കുക. പ്ലാനർ, ടു ഡു ലിസ്റ്റ്, കുക്ക് ബുക്ക് അങ്ങനെയുള്ള ഐറ്റംസിനൊക്കെ സ്ഥിരമായി ഒരു പ്ലേസ് കൊടുത്താൽ കിച്ചൺ കൗണ്ടേഴ്സ് മെസ്സി ആയിരിക്കുകയില്ല. ഡോണ്ട് മേക്ക് കിച്ചൺ കൗണ്ടേഴ്സ് എ ഡംപിംഗ് സോൺ. സാധനങ്ങൾ കൊണ്ടുവന്ന് വയ്ക്കുന്ന ഒരു സ്ഥലമാക്കരുത് കൗണ്ടർ ടോപ്പ്. പലപ്പോഴും നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞ് വന്ന ഐറ്റംസ് കൗണ്ടർ ടോപ്പിൽ വയ്ക്കുന്നു. നമ്മുടെ ബാഗ്, കുട്ടികളുടെ സാധനങ്ങൾ ഇങ്ങനെ എന്തെന്നില്ല. നമ്മൾ ആദ്യം വയ്ക്കുന്നത് ക്ലിയറായി കിടക്കുന്ന കൗണ്ടർ ടോപ്പിലാണ്. ഇത് നമ്മൾ ആദ്യം സ്വയം ശീലിക്കുക, പിന്നീട് നമ്മുടെ ഫാമിലിയെയും ശീലിപ്പിക്കുക. ക്ലീൻ കിച്ചൺ ഈച്ച് നൈറ്റ്. നല്ലൊരു നൈറ്റ് റൊട്ടീൻ ഫോളോ ചെയ്ത് എല്ലാ ദിവസവും കിടക്കുന്നതിന് മുൻപ് തന്നെ കിച്ചൺ സെറ്റ് ആക്കിയിട്ടിട്ട് പോവുക. എല്ലാ സാധനങ്ങളും അതത് സ്ഥാനത്ത് തിരിച്ചു വയ്ക്കുക. ഒരു സാധനവും കൂടുതലായി കൗണ്ടർ ടോപ്പിൽ കാണരുത്. ഇത് നെക്സ്റ്റ് ഡേ നല്ല ഫ്രഷ് ആയി തുടങ്ങാനും എപ്പോഴും കിച്ചൺ കൗണ്ടേഴ്സ് നീറ്റ് ആൻഡ് ലെസ് മെസ്സി ആയിരിക്കാനും ഹെൽപ്പ് ചെയ്യുന്നു. ടിപ്സ് എല്ലാം ഫോളോ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഉറപ്പാണ് നമ്മുടെ കിച്ചൺ കൗണ്ടേഴ്സ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആൻഡ് ഓർഗനൈസ്ഡ് ആയിട്ടിരിക്കും. ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബൈ.